കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് അവതാരകയായി രഞ്ജിനി ഹരിദാസ് താൻ വാട്ടർ ഫാസ്റ്റിംഗിലാണെന്ന കാര്യം തുറന്നു പറഞ്ഞത്. ഭക്ഷണം കഴിക്കാതെ വെള്ളം മാത്രം കുടിച്ച് 21 ദിവസം ഉപവാസം ഇരിക്കാനായിരുന്നു രഞ്ജിനി ഹരിദാസിന്റെ തീരുമാനം. ജീവന് പോലും ആപത്താണെന്ന് ചിലർ അഭിപ്രായപ്പെട്ടെങ്കിലും താൻ വിദഗ്ധരുടെ മേൽനോട്ടത്തിലാണ് ഉപവാസം ഇരിക്കുന്നതെന്ന് രഞ്ജിനി വ്യക്തമാക്കിയിരുന്നു. ഇപ്പോഴിതാ 14 ദിവസത്തെ ഉപവാസം പൂർത്തിയായതിനു പിന്നാലെ തന്റെ വാട്ടർ ഫാസ്റ്റിംഗിന്റെ അനുഭവം പങ്കുവെക്കുകയാണ് രഞ്ജിനി ഹരിദാസ്. 14 ദിവസം കഴിഞ്ഞപ്പോഴുള്ള മാറ്റങ്ങളൊക്കെയും രഞ്ജിനി പങ്കുവെക്കുന്നുണ്ട്. 14 ദിവസത്തെ വാട്ടർ ഫാസ്റ്റിംഗിന്റെ അവസാനമായിരിക്കുന്നു. ടെക്നിക്കലി 15 ദിവസമായെന്ന് കരുതുന്നു. കാരണം ഇന്ന് വൈകുന്നേരം 5 മണിക്ക് താൻ തന്റെ ആദ്യ മീൽ കഴിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്നും രഞ്ജിനി പങ്കുവച്ച കുറിപ്പിൽ പറയുന്നുണ്ട്. എങ്ങനെ തോന്നുന്നുണ്ടെന്ന് ഒരുപാട് പേർ തന്നോട് ചോദിച്ചു. സത്യം പറഞ്ഞാൽ തനിക്കൊന്നും തോന്നുന്നില്ല. വാക്കുകൾ കൊണ്ട് പ്രകടിപ്പിക്കാൻ കഴിയാത്ത ഒരുതരം ശൂന്യതയാണ് ഇപ്പോൾ ഉള്ളതെന്നും രഞ്ജിനി പറയുന്നു. ഒരു പുതിയ ക്യാൻവാസ് പോലെയാണ് അനുഭവപ്പെടുന്നത്. ജീവിതം വീണ്ടും തുടങ്ങാൻ പോകുന്നത് പോലെ തോന്നുന്നു. തനിക്ക് ഫ്രഷായും ക്ലീനായും തോന്നുന്നുണ്ടെന്നും തീർച്ചയായും കടുത്ത വിശപ്പുണ്ടെന്നും രഞ്ജിനി പറയുന്നുണ്ട്. ഇപ്പോൾ വിശപ്പ് കൂടുതലായും അനുഭവപ്പെടുന്നുണ്ട്. കാരണം ഉപവാസം പൂർത്തിയായതുകൊണ്ട് ഭക്ഷണമില്ലാതെ ഇത്രയും ദിവസങ്ങൾ അതിജീവിക്കാൻ വേണ്ടി വന്ന ദൃഢനിശ്ചയം ഇനി ഒഴിവാക്കാമെന്ന് തനിക്ക് അറിയാമെന്നുമാണ് രഞ്ജിനി പറയുന്നത്. മറ്റൊരു ചോദ്യം തനിക്ക് എത്ര കിലോ ഭാരം കുറഞ്ഞുവെന്നാണ്. ഉപവാസം ഭാരം കുറയ്ക്കാനുള്ള ഡയറ്റോ അല്ലെങ്കിൽ ആരോഗ്യകരമായ രീതിയോ അല്ലെന്ന് ആദ്യം തന്നെ പറയാമെന്നും രഞ്ജിനി മറുപടി നൽകുന്നുണ്ട്. അതുകൊണ്ട് ജല ഉപവാസത്തിലൂടെ ഭാരം കുറയ്ക്കാമെന്ന് ആവേശം കൊള്ളരുതെന്നും തീർച്ചയായും ഭാരം കുറയും, പക്ഷേ ഇതിന്റെ മഹത്തായ ഗുണങ്ങൾ അറിഞ്ഞ ശേഷം ഈ മനോഹരമായ വെല്ലുവിളി നിറഞ്ഞ യാത്ര ആരംഭിക്കുകയെന്നും രഞ്ജിനി നിർദ്ദേശം നൽകുന്നു. 14 ദിവസത്തിനുള്ളിൽ 4.7 കിലോ ഭാരം തൻ്റേത് കുറഞ്ഞിട്ടുണ്ട്. മിക്ക ആളുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ തനിക്ക് അധികം ഭാരം കുറഞ്ഞിട്ടില്ല. പക്ഷേ താൻ വളരെ എക്സൈറ്റഡ് ആണെന്നും കാരണം തന്റെ വെയിറ്റ് ഗോളിന് അടുത്തെത്തിയിട്ടുണ്ടെന്നും അതിലേക്ക് നയിക്കുന്ന ഏത് സഹായത്തെയും ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്നുവെന്നുമാണ് രഞ്ജിനി ഹരിദാസിന്റെ വാക്കുകൾ. ശരീരഭാരം കുറയുന്നത് നിങ്ങളുടെ മെറ്റബോളിസം, ആരോഗ്യസ്ഥിതി തുടങ്ങിയ ഘടകങ്ങളെ അനുസരിച്ചാണെന്നും രഞ്ജിനി ഹരിദാസ് കുറിപ്പിൽ പറയുന്നുണ്ട്. വരുന്ന ആഴ്ചയും പഴങ്ങളും പച്ചക്കറികളുമാണ് തനിക്ക് കഴിക്കേണ്ടത്. പിന്നീട് പതിയെ ഡയറ്റിലേക്ക് പാകം ചെയ്ത ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുമെന്നും രഞ്ജിനി കൂട്ടിച്ചേർക്കുന്നു. അതേസമയം ഭക്ഷണത്തെക്കുറിച്ചുള്ള തന്റെ കാഴ്ചപ്പാട് മൊത്തം മാറിയെന്നും വെള്ളവും അവശ്യ ധാതുക്കളും നൽകുന്നിടത്തോളം മനുഷ്യർക്ക് ആഴ്ചകളോളം ഭക്ഷണമില്ലാതെ അതിജീവിക്കാൻ പറ്റുമെന്നത് തന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ടെന്നും രഞ്ജിനി കുറിപ്പിലൂടെ വ്യക്തമാക്കുന്നു. ഇത് തന്റെ ജീവിതത്തിലെ ഏറ്റവും അത്ഭുതകരമായ മാന്ത്രികമായ അനുഭവമാണ്. ഇത് ജീവിതത്തെ മാറ്റിമറിക്കുന്നതാണെന്ന് താൻ കരുതുന്നു. 42 വയസ്സിനിടെ ജല ഉപവാസത്തെ പോലെ മറ്റൊന്നും തന്നെ ആകർഷിച്ചിട്ടില്ല എന്നും 2 ആഴ്ചയ്ക്കുള്ളിൽ ജല ഉപവാസം തന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചുവെന്നും രഞ്ജിനി ഹരിദാസ് വ്യക്തമാക്കി. അതേസമയം രഞ്ജിനി ഹരിദാസിനെ അഭിനന്ദിച്ചെത്തുന്നവരാണ് കമന്റ് ബോക്സിലേറെയും. ചിലർക്കിത് വിശ്വസിക്കാനാകുന്നില്ല എന്നാണ് പറയുന്നത്. 2 ആഴ്ച മുന്നേ വാട്ടർ ഫാസ്റ്റിംഗ് തുടങ്ങിയ കാര്യം രഞ്ജിനി പങ്കുവച്ചപ്പോൾ ശ്വേതാ മേനോനും രഞ്ജിനി ജോസും അടക്കം നിരവധി സെലിബ്രിറ്റികളാണ് രഞ്ജിനിക്ക് ആശംസകളും പ്രോത്സാഹനവും നൽകി കമന്റ് ബോക്സിൽ എത്തിയിരുന്നത്. രഞ്ജിനിയെ കൊണ്ട് ഇത് സാധിക്കും, ധൈര്യമായി മുന്നോട്ട് പോകുക എന്നായിരുന്നു ആരാധകരും അന്ന് പറഞ്ഞത്. ഇത്രയും ദിവസം ഭക്ഷണമില്ലാതെ എങ്ങനെ ജീവിക്കുമെന്ന കൗതുകമായിരുന്നു ചിലർ പങ്കുവച്ചത്. ഈ തെറാപ്പി ചെയ്തവരിൽ ചിലർ തങ്ങളുടെ അനുഭവം പങ്കുവച്ചെത്തിയതും കമന്റ് ബോക്സിൽ കാണാൻ സാധിച്ചിരുന്നു. ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.